മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. മുള്ളൂർക്കരയിൽ പ്രസിദ്ധീകരിച്ച് കരട് വോട്ടർ പട്ടികയിലെ അശാസ്ത്രീയതയ്ക്കെതിരെയും ബൂത്ത് വിഭജനത്തിലെ അപാകതയ്ക്കെതിരെയും ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. മുള്ളൂർക്കര പഞ്ചായത്തിലെ നടപടിക്രമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക തീർത്തും അശാസ്ത്രീയവും ആശയക്കുഴപ്പം നിറഞ്ഞതുമാണെന്ന് മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് SIR ജാഗ്രതാ ക്യാമ്പ് അഭിപ്രായപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പഞ്ചായത്തിലെ ഭൂമിശാസ്ത്രപരമായി വിയോജിപ്പുള്ള പ്രദേശങ്ങളെ ഒരു ബൂത്താക്കി മാറ്റിയതും വോട്ടർമാരുടെ പേരുകൾ യാതൊരു മാനദണ്ഡവുമില്ലാതെയും മാറ്റിയതും ജനവിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ നടപടി വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജനാധിപത്യാവകാശം സംരക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിലുടൻ സർവകക്ഷി യോഗം വിളിച്ച് ചേർക്കണമെന്നും പട്ടികയിലെ പിഴവുകൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനുവരി 11 മുതൽ 15 വരെ വോട്ടർമാരെ സഹായിക്കുന്നതിനായി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. പട്ടിക പ്രസിദ്ധീകരിച്ചത് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് തികച്ചും അശാസ്ത്രീയം എന്നുള്ളതാണ്. ഈ പട്ടികയിൽ കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു വിരോധാഭാസം. മുള്ളൂർക്കര പഞ്ചായത്തിനകത്തുള്ള ബൂത്തുകൾ നോക്കുമ്പോൾ ഒരു വീട് പട്ടികയിൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 100 വീട് അപ്പുറത്തുള്ള ആളാണ് അടുത്ത നമ്പർ. പിന്നെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറി വരികയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ജാക്ക്പോട്ടിലെ നമ്പറിങ് പോലെ തിരിച്ചെടുക്കുന്ന രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് വളരെ കൃത്യമായി സർവ കക്ഷികളും യോഗം ചേർന്നിട്ടോ സംഘടിപ്പിച്ചിട്ടോ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ക്രൈറ്റീരിയ ഇതിന് വേണം. ക്രമം പാലിച്ചുകൊണ്ടുള്ള വോട്ടർ പട്ടികയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 4-5 ബൂത്തുകളിൽപ്പെട്ട വോട്ടർമാരാണ് ഒരു ബൂത്തിലെ തന്നെ പട്ടികയിൽ പല ഭാഗങ്ങളിലായി വളരെ അശാസ്ത്രീയമായി കിടക്കുന്നത്. ഇത് ഒരുപാട് ബുദ്ധിമുട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വരും എന്നുള്ളത് ഒരു വിഷയമാണ്. ഈ കാര്യത്തിൽ മുസ്ലിം കമ്മിറ്റി വളരെ ശക്തമായി ഇതിന് ആവശ്യമായ നടപടി വേണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടാറുണ്ട്. KMA ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PM മുഹമ്മദ്, PA സുലൈമാൻ, KM ഉമ്മർ മാസ്റ്റർ, ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി, MK സുഹേർ തങ്ങൾ, KM ജലാൽ തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു. PV അലി സ്വാഗതവും PS അബൂബക്കർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് CC.